പനാമ കനാൽ നിർമ്മിക്കുന്നതിന് മുൻപ് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും കിഴക്കൻ തീരങ്ങളിൽ നിന്ന് കപ്പൽ മാർഗം ഇതേ ഭൂഖണ്ഡങ്ങളുടെ തന്നെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ശരാശരി 20,000 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ യൂറോപ്പിൽ നിന്ന് അനേകം കപ്പലുകൾ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഒക്കെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന കപ്പലുകൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിഴക്കൻ തീരങ്ങളിൽ എത്തിച്ചേരാം. എന്നാൽ അവിടെ നിന്ന് പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് പോകാനാണ് ഏറ്റവും ദുഷ്കരം. അങ്ങനെയാണ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു കനാൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത്. 1524 ഈ ഒരു ചിന്ത ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അന്നത്തെ സ്പെയിൻ രാജാവായിരുന്ന ചാൾസ് അഞ്ചാമനാണ്. മധ്യ അമേരിക്കയുടെ ഭാഗത്ത് വളരെയധികം നേർത്ത ഒരു ഭൂഭാഗം മാത്രമേ ഉള്ളൂ. അവിടെ ഏകദേശം ഒരു 70 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ മാത്രം വീതിയുള്ള മേഖലകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ അനായാസമായിട്ട് അവിടെ ഒരു കനാൽ തുരന്നുണ്ടാക്കി ഈ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ഒന്നിപ്പിക്കാൻ സാധിക്കും. അവിടെ വളരെ ഈസി ആയിട്ട് കപ്പലുകൾക്ക് കടന്നു പോകാനും സാധിക്കും. എന്നാൽ ഇതൊരു തോട്ടായിട്ടും അതിനെ തുടരുകയായിരുന്നു. കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു കനാൽ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നില്ല. 1859 മുതൽ 1869 വരെ ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്ന ഒരു ഒഫീഷ്യലായിരുന്ന ഫെർഡിനാൻഡ് ഡെ ലെസപ്സ് സൂയിസ് കനാൽ നിർമ്മിച്ചു. മിഡിൽ ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് സീ മെഡിറ്ററേനിയൻ സീയെയും പരസ്പരം കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കനാലായിരുന്നു അത്. ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അത് അത്ഭുതകരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സൃഷ്ടിയായിരുന്നു. ഇത്തരത്തിൽ ഒരു കനാൽ നിർമ്മിക്കാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് അദ്ദേഹം പനാമ കനാൽ നിർമ്മിക്കാനുള്ള ഒരു ആശയവും മുന്നോട്ട് വെച്ചു. ഇങ്ങനെ ഒരു കനാൽ നിർമ്മിക്കാൻ ധാരാളമായി പണം വേണം. അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പല വിഭാഗങ്ങളിൽ നിന്നും പണം സമാഹരിക്കുന്നത്. 1881 ജനുവരി മാസം 1-ാം തീയതി പണി ആരംഭിച്ചു. 71 കിലോമീറ്ററോളം നീളം വരുന്ന ഒരു വമ്പൻ കനാലാണ് അവരവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സൂയിസ് കനാൽ നിർമ്മിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല പനാമ കനാലിൻ്റെ കാര്യം. കാരണം സൂയിസ് കനാൽ നിൽക്കുന്നത് ഒരു സമതല പ്രദേശത്താണ്. മാത്രമല്ല അതൊരു മരുഭൂ പ്രദേശം കൂടിയാണ്. ധാരാളമായിട്ടും മണലാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്, പാറകളല്ല. അതുകൊണ്ട് തന്നെ വെള്ളം വലിയ രീതിയിൽ ഈ മേഖലകളിലേക്ക് പമ്പ് ചെയ്ത് അവിടെ ഡ്രഡ്ജിങ് നടത്തിയിട്ടാണ് സൂയിസ് കനാൽ വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് നിർമ്മിക്കാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അവിടെയും നടപ്പിലാക്കാമെന്ന് കരുതിയിട്ടാണ് ഫെർഡിനാൻഡ് ഈ ഒരു മേഖലകളിലേക്ക് പോകുന്നത്. സൂയിസ് കനാൽ നിർമ്മിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി പാറകളും കല്ലുകളും വലിയ വലിയ കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ വനം പ്രദേശമായിരുന്നു.